ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് രണ്ടാം കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 10-25 ദിവസമായി ലോക്ക്ഡൗണിൽ ആണ്. എല്ലാ ആളുകളും വീട്ടിലിരുന്ന് ജോലിക്കൊന്നും പോവാതെ പ്രയാസപ്പെടുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ കരുതലായും കൊണ്ട് നമുക്കൊരു ഭക്ഷ്യകിറ്റ് മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വകയായിട്ട് ഒരു ഭക്ഷ്യകിറ്റ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കുണ്ട്, പക്ഷേ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഇല്ല. നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കഴിഞ്ഞ ബജറ്റിൽ മുൻ മന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിച്ചിട്ടുള്ള സ്പെഷ്യൽ അരി 10 കിലോ 15 രൂപ നിരക്കിൽ അത് ഈ മാസം കൂടി ലഭിക്കും. അടുത്ത മാസം അതും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മുടെ ഒരു അവസ്ഥ പോകുന്നത്. പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കോവിഡ് വ്യാപനത്തിൽ കഞ്ഞിവെക്കാനുള്ള അരി സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നാം ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത്, അതായത് കഴിഞ്ഞ വർഷം, സൗജന്യമായി 15 കിലോ അരി നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അരി നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള 1 കിലോ അരി പോലും ഈ പ്രാവശ്യം ലഭിച്ചില്ല. മാത്രമല്ല, വെള്ള റേഷൻ കാർഡിന്റെ ആകെ ലഭിക്കുന്ന 4 കിലോ അരിയിൽ നിന്ന് 2 കിലോ വെട്ടിക്കുറയ്ക്കുകയും ഉണ്ടായി. വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. നമുക്കറിയാം, ഒരു പുതിയ റേഷൻ കാർഡ് എടുക്കുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുന്നത്. പിന്നെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളിലേക്കോ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡിലേക്കോ മാറണമെങ്കിൽ പിന്നീട് അപേക്ഷ കൊടുത്ത് വളരെ നാള് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് അർഹരായിട്ടുള്ള ആളുകൾ വെള്ള റേഷൻ കാർഡിലുണ്ട്. ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകൾ വെള്ള റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുണ്ട്. മുൻഗണനാ വിഭാഗത്തിൽ അവകാശപ്പെട്ട ആളുകൾ പോലും വെള്ള റേഷൻ കാർഡിൽ ഉണ്ട് എന്ന് നമ്മുടെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനും നമ്മുടെ ഭരണാധികാരികൾക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ഈ ഒരു ദുർലഭമായ സാഹചര്യത്തിൽ ഒരു സൗജന്യ അരിയോ വില കുറഞ്ഞിട്ട് ഒരു കുറച്ച് അരിയോ ഈ ഒരു സർക്കാർ വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് നൽകിയില്ല എന്നുള്ളത് വളരെ അധികം ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പറയുന്നത് ഇനിയുള്ള മാസങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള അരികൾ നമുക്ക് വേണം, വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വിവരം അധികാരികളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ഒരു അരി വേണമോ വേണ്ടയോ എന്നുള്ളത്, വെള്ള നീല റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ടോ അല്ലെങ്കിൽ സൗജന്യ നിരക്കിലോ അരി നൽകണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്കും അധികാരികളിലേക്കും എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ മറ്റു വീഡിയോകളിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.